നമസ്കാരം. രാഷ്ട്രീയത്തിൽ പരാജയം ഒന്നിൻ്റെയും ഒടുക്കമല്ല. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വൻ തിരിച്ചുവരവ് നടത്തിയ പലരും ലോകരാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലുമൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിലായിട്ടതാ തെലങ്കാനയിൽ നമ്മൾ കണ്ടു ചന്ദ്രബാബു നായിഡു നടത്തിയ തിരിച്ചുവരവും അവിടെ തന്നെ പവൻ കല്യാൺ എന്ന സിനിമാ താരം രാഷ്ട്രീയത്തിൽ കാണിച്ച അത്ഭുതവുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. തങ്ങളുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അവ തിരുത്തി ജനഹൃദയങ്ങളോട് കൂടുതൽ അടുത്ത് നിന്ന് അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ് അവരെ വൻ വിജയങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ജനവിധി എതിരായിട്ടും ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലായിട്ടും താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നുണ്ട് എന്ന പിടിവാശി ഉപേക്ഷിക്കുവാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയിൽ സംഘപരിവാർ ഏജന്റുമാർ ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നത്. കേരളത്തിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുവാൻ CPM സമ്പൂർണ്ണ പ്രീണം ചേരുകയോ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വയ്ക്കുകയോ ചെയ്യേണ്ട ഒരു തരത്തിലുമുള്ള ആവശ്യമില്ല എന്ന് പറയട്ടെ. ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്ന തിളക്കം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്ന് ആ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. വികസനത്തിന് ബദലുണ്ട് എന്നുറപ്പ് നൽകിയാണ് കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിലേറിയത്. കാർഷിക മേഖലയിലും പശ്ചാത്തല വികസനത്തിലും ക്ഷേമ പെൻഷനിലുമെല്ലാം ആ ബദൽ സംവിധാനം ഒന്നാം പിണറായി സർക്കാർ വളരെ മനോഹരമായി തന്നെ നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കിഫ്ബി എന്ന സമാന്തര ഖജനാവ് രൂപീകരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ തന്നെ അക്കാലത്ത് കേരളത്തിൽ ഇടതു സർക്കാർ വികസനം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചില്ലെങ്കിലും സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുവാനും കർഷകർക്കും പൊതുസമൂഹത്തിനും ഒരു തോന്നലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാലമുണ്ടാക്കുവാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും പെൻഷൻ കൃത്യമായി വീടുകളിൽ എത്തിക്കുവാൻ സാധിക്കുകയുമുണ്ടായി ഒന്നാം പിണറായി സർക്കാർ. ആരോഗ്യമേഖലയിലെ മന്ത്രിമാരുടെയും അവരുടെ ടീമിൻ്റെയും ഇടപെടൽ സമാനതകളില്ലാത്തതായിരുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. പൊതുവിതരണ രംഗത്തും കാലഘട്ടം ആവശ്യപ്പെടുന്ന പല മാറ്റങ്ങളും ഒന്നാം പിണറായി സർക്കാർ നടത്തി എന്നുള്ളത് വസ്തുതയാണ്. ചെറിയ പാളിച്ചകളും നയപരമായിട്ടുള്ള വ്യതിയാനങ്ങളും പ്രകടമാകുമ്പോഴും അപ്പോഴും പാർട്ടിയിലെയും മുന്നണിയിലെയും തിരുത്തൽ ശക്തികൾ ശക്തമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ശരാശരിക്കും മുകളിൽ മാർക്ക് നൽകാവുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി ഇതേ രീതിയിൽ ദയനീയമായി പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. എന്നാൽ അവിടെ ശബരിമല യുവതീ പ്രവേശനവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമാണ് തങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് അന്ന് CPM നേതൃത്വം തിരിച്ചറിയുകയും താത്വികമായിട്ടുള്ള അവലോകനത്തിന് നിൽക്കാതെ തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുകയും ചെയ്യുന്നത് കേരളം കണ്ടതാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPM നിലപാട് പുരോഗമനപരമായിരുന്നുവെങ്കിലും അത് തിരുത്തിയില്ല എങ്കിൽ വർഗീയ ശക്തികൾക്ക് വളമാകുമെന്ന് അന്നത്തെ CPM നേതൃത്വം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞതോടെയാണ് അത്തരമൊരു അടവ് നയം സ്വീകരിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരും CPM സ്വീകരിച്ച മനുഷ്യത്വപരമായ നിലപാടുകൾ, ആ നിലപാടുകളും കൂട്ടിവെച്ച് തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വലിയ വിജയം കേരള ജനത സമ്മാനിച്ചു എന്നുള്ളതാണ്. തിരുത്തലുകൾ ജനമനസ്സുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു ആ വലിയ വിജയങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതലേ പണിപാളി എന്ന് വേണം പറയാൻ. ഒന്നാം പിണറായി സർക്കാരിലെ ജനകീയരായിട്ടുള്ള മന്ത്രിമാരെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒന്നാമത്തെ തെറ്റ്. അധികാരത്തിലും പാർട്ടിയിലും മുന്നണിയിലും പിണറായി വിജയൻ ഏകാധിപതിയെ പോലെയായി എന്നുള്ളത് രണ്ടാമത്തെ തെറ്റ്. എന്നാൽ ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നതിൽ പിണറായി വിജയൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. ലാഭത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം ലോകത്തെ നോക്കിക്കാണുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ നിയന്ത്രണത്തിലായി മുഖ്യമന്ത്രി എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് പല നയങ്ങളും സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി നാടുവിടുന്നതിൻ്റെ തീവ്രത കൂടുന്നു. വിദ്യാഭ്യാസവും തൊഴിലും പാർട്ടിക്കാർക്ക് മാത്രമെന്ന പൊതുധാരണ രൂപപ്പെടുന്നു. എതിർചേരിയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ വാനോളം പുകഴ്ത്തുന്നതുൾപ്പെടെ മുസ്ലിം പ്രീണനം മുഖമുദ്രയാക്കുന്നു. പൊതുവിദ്യാഭ്യാസവും പൊതുവിതരണവും പൊതുജനാരോഗ്യവും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ കുത്തഴിഞ്ഞ സംവിധാനം ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്ക് ബദൽ കണ്ടെത്താൻ പോലും കഴിയാത്ത സർക്കാർ എന്ന നിലയിലേക്ക് രണ്ടാം പിണറായി സർക്കാർ മാറുന്നു. ഈ പറഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ്. രാജ്യത്തെ ഇടതുമുന്നണി ഭരണത്തിലുള്ള ഏക സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ
വികസനത്തിലെ ഇടത് ബദലും വളർച്ചയും ചൂണ്ടിക്കാട്ടി വേണമായിരുന്നു CPM-നും CPI-ക്കും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വേരേറ്റമുണ്ടാക്കുവാനും ശക്തി പ്രാപിക്കുവാനും. പക്ഷെ അതിനും കഴിഞ്ഞില്ല. എന്നാൽ ബദലും വികസനവുമില്ലാതെ അഴിമതിയുടെയും ധൂർത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ആരോപണ നിഴലിൽ നിന്നാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് വസ്തുതയാണ്. ഫലം പരാജയമായിരുന്നു. ആലത്തൂരിലെ വിജയം പോലും മുന്നണിക്കോ ഭരണത്തിനോ ലഭിച്ച അംഗീകാരമായി കാണാൻ കഴിയില്ല എന്ന് പിന്നീട് കോൺഗ്രസിൽ നിന്നുയർന്ന വിഴുപ്പലക്കലിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായി സമ്പൂർണ്ണ തിരിച്ചടി നേരിട്ട മുന്നണിയും പാർട്ടിയും എന്നു തന്നെ ഈ ഇടതുമുന്നണിയെയും ഒപ്പം തന്നെ CPM-നെയും അടയാളപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ്. ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തുവാൻ പാർട്ടിയും മുന്നണിയുമൊക്കെ സർക്കാരും തയ്യാറാകുമെന്നും തിരഞ്ഞെടുപ്പ് ഫലം വന്ന് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ എന്നാൽ CPM-ൻ്റെയും ഘടകകക്ഷിയായിട്ടുള്ള CPI-യുടെയും മിക്ക ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും നിശിതമായി വിമർശിച്ചിട്ടും ഭരണവിരുദ്ധ വികാരമില്ലെന്നും തിരുത്തലുകളുടെ ആവശ്യമില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെയും മുന്നണിയുടെയും നിലപാട്. എങ്കിൽ അത് ആരെ സഹായിക്കാനാണ് എന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരള ജനത തിരികെ ചോദിക്കേണ്ടത് എന്നുകൂടി പറയട്ടെ. അതിനിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ CPI നിശ്ചയിച്ച രാജ്യസഭാംഗത്തിൻ്റെ മതവും ഗുണം ചെയ്യുക സംഘപരിവാറിനാണ് എന്ന് ഇനി മനസ്സിലാക്കാൻ CPI-യുടെയും CPM-ൻ്റെയും സംസ്ഥാന നേതൃത്വങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതിയും മതവും വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രകടമായില്ല അല്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിലും ജാതി മത ശക്തികൾക്ക് സ്വാധീനമുണ്ട്, വലിയ സ്വാധീനം. കേരളത്തിലെ ആകെയുള്ള 9 രാജ്യസഭാംഗങ്ങളിൽ 5 പേർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ 2 പേരും പകുതിയിലേറെ ജനസംഖ്യയുള്ള ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വെറും 2 പേരും എന്ന പ്രചാരണം ഇന്നും ശക്തമാണ് എന്നുള്ളത് ഓർക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒഴികെയുള്ള എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന അധ്യക്ഷനോ സെക്രട്ടറിയോ ഹിന്ദുമതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തികച്ചും യാദൃശ്ചികമായി മുഖ്യമന്ത്രിയും അതേ വിഭാഗത്തിൽ ജനിച്ചയാളാണ്. എന്നാൽ അതൊന്നും ചർച്ചകളിൽ പോലും വരാതെ SNDP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പോലും ഇടതുമുന്നണിയും സംസ്ഥാന സർക്കാരും അടക്കം മുസ്ലിം പ്രീണനമാണ് നടത്തുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയായി മുൻപിൽ നിൽക്കുന്നു. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ രാജ്യസഭാ അംഗങ്ങളുടെ മതമാണ്. സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും നേരെ ഉയർന്ന മുസ്ലിം പ്രീണനമെന്ന ആരോപണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ പോലും ഇടതുമുന്നണി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സംഘപരിവാറിനായി കേരളത്തിൽ മുന്നൊരുക്കം നടത്തുന്നവർ അവർക്കുള്ള മൗനാനുവാദമായി വേണം ഇതിനെയൊക്കെ കാണാൻ. കേരളത്തിലെ ഇടതുമുന്നണി നേതൃത്വത്തിൽ സംഘപരിവാർ ഏജന്റുമാരുണ്ടോ എന്ന് അണികൾ തന്നെ ഇപ്പോൾ നിവർന്നു നിന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജിതരായി മടങ്ങേണ്ടി വരുന്നൊരു കാഴ്ച CPM-ന് ഉണ്ടാകുന്നത്? രാഷ്ട്രീയത്തിൽ പരാജയമെന്ന് പറയപ്പെടുന്ന ഒന്നിൻ്റെയും അവസാനമല്ല. വീണ്ടും തിരിച്ചു കയറി വരാൻ കഴിയുമെന്ന് തെളിയിച്ചവർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. അതിൻ്റെ സൂചനകൾ അങ്ങ് തെലുങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ നമ്മൾ കേട്ടതുമാണ്. ജഗൻമോഹൻ റെഡ്ഡിയെപ്പോലൊരു ജനകീയനായിട്ടുള്ള നേതാവ് എന്ന് സ്വയം പുകഴ്ത്തിയിരുന്ന ആ നേതാവിനെ തച്ചു തകർത്തുകൊണ്ട് ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ 10 വർഷത്തിലധികമായി അവിടെ കാത്തിരുന്ന് നേടിയെടുത്ത വിജയമാണ് ഇത്. കാരണം സ്വന്തം തെറ്റുകൾ എന്താണ് എന്ന് രാഷ്ട്രീയ ജനതയോട്, സ്വന്തം ജനതയോട്, സമൂഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തെറ്റുതിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ ചന്ദ്രബാബു നായിഡുവിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെയും 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ഏറെയുണ്ടെങ്കിലും അതിനകത്ത് ആ ഒന്നാം പ്രളയത്തിലും രണ്ടാം പ്രളയത്തിലും ഇവിടെ പിടിപെട്ട കൊറോണ കാലത്തും ജനങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു എന്നൊരു ബോധം അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുവാനാണ് സർക്കാരിന് കഴിഞ്ഞത്. 2021 തിരിച്ചുവരവിന് സഹായകമായി എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ചെറിയ സംഘപരിവാറിൻ്റെ ഒത്താശകൾ അതിനകത്തുണ്ടോ എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സംഘപരിവാർ ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സംഘപരിവാറിൻ്റെ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയത്തിൽ സമ്പൂർണ്ണ പരാജയം സംഭവിക്കാൻ CPM കാത്തിരുന്നുകൊള്ളൂ. കാരണം ഇനി വൈകില്ല. പുതിയൊരു താരോദയം ഉണ്ടാകാൻ പോകുന്നു, പുതിയൊരു സംവിധാനം ഒരുങ്ങാൻ പോകുന്നു. BJP RSS എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ പുറകിൽ നിന്നുകൊണ്ട് അവരുടെ നട്ടലുള്ള പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുവാനും മുന്നോട്ട് പോകുവാനും ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണങ്ങൾ വരാൻ പോകുന്നു. സംഘപരിവാർ അജണ്ടകൾക്കപ്പുറം സംഘപരിവാറിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ BJPയെ
കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു നടത്തുവാനുള്ള ശ്രമമാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. സംഘപരിവാർ ഏജന്റുമാർ CPM-നുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ്. ഭരണവിരുദ്ധത ഉണ്ടായിട്ടും വിജയം അവരുടെ കൂടെ എത്തിയത് പലപ്പോഴും കണ്ടതാണ്. പക്ഷേ അതൊക്കെ മാറാൻ പോകുന്നു. ആ രാഷ്ട്രീയ ചിന്തകൾ മാറി ഒപ്പം BJP-യോടൊപ്പം ചേർന്ന് നിന്ന് പോകാൻ ശ്രമിക്കുന്ന RSS സംവിധാനം ഉണ്ടാകുമ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയപ്പെടുന്ന സംവിധാനം ഒരിടത്തും ഇല്ലാതാകും. സംഘപരിവാർ എന്നുള്ളത് BJP-യുടെ മാത്രം സംവിധാനമായി മാറും. BJP-യെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംവിധാനമായി തീരാൻ പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഘട്ടത്തിൽ RSS എന്ന് പറയപ്പെടുന്നത് BJP-യിലൂടെ നേടിയെടുക്കുന്നത് കേരളത്തിലെ ഭരണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.